ഹലോ, എന്തായി? സെറ്റായോ? പകുതി ആയിട്ടുണ്ട്. മിഡ് ടൈം ആണെങ്കിലും പരീക്ഷ തന്നെയാ. വേഗം ആട്ടെ കേട്ടാ. കോപ്പി. എത്ര രൂപയാ വേണ്ടത്? 39. കുറച്ചു നേരം വെയിറ്റ് ചെയ്യും കേട്ടോ. ആഹാ, ഇതാണോ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞത്? കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പിന്നൊരു വിധത്തിലാ. ആ ശരി. അപ്പോഴേ ഇവിടുത്തെ മിഷൻ ശരിയാകുന്നവരേ ഉള്ളൂ ഈ പൂർവ്വ വിദ്യാർത്ഥി സ്നേഹമൊക്കെ. ഞാൻ ഇത് അകത്തോട്ട് വെക്കട്ടെ. പിന്നെ മോളെ എന്തെങ്കിലും ബില്ല് വല്ലതും ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് വിട്ടാൽ മതി കേട്ടോ. അതാ മോള് ചെല്ലും. ആ ശരി. ഒന്നുകൂടെ ഗംഗേട്ടാ, നിങ്ങൾക്ക് ബോറടിക്കുന്നില്ലേ? എന്ത്? ഈ ലൈഫേ ഒന്നും ചെയ്യാനുമില്ല. ഒരു കടയുണ്ടായിരുന്നത് മോള് നോക്കാനും തുടങ്ങി. പിന്നെ വീട്ടിലും പ്രത്യേകിച്ച്. നിനക്ക് ബോറടിക്കുന്നുണ്ടോ? എപ്പോഴേ ബോറടി. മതിയാക്കിയോ? ഓ, ഈ കളി മടുത്തു. നടന്നിട്ട് വരാം. നടക്കാനോ? മോനുണ്ടോ? നടക്കാനെന്ന് പറയുമ്പോൾ നല്ല വെയിലാ. നിങ്ങൾ നടന്നോ? പിന്നെ നടന്ന് എടി, രാവിലെ ബസ്സിൽ വെച്ച് നിന്റെ കോളേജ് ഫ്രണ്ടിനെ കണ്ടു. ഏത് ഫ്രണ്ടോ? അന്ന് ഇവിടെ വന്നില്ലേ, മറ്റേ പുതുജീവി ലുക്കൊക്കെ ഉള്ള? ആ, അനു. ആ, അനു. ആ, ഞാൻ വിചാരിച്ചിക്ക് ഇത് എവിടെ പോയിന്ന്. വന്നല്ലേ? ഇന്നലെ 11:30, ഇന്ന് 1:30. എനിക്കിത് കിട്ടണം. ഏയ് ഇല്ലിക്ക, 11 ആയപ്പോഴേ എത്തി. ബസ് കിട്ടിയില്ലെന്നേ കുറേ നേരം. എക്സ്ക്യൂസ് പറയാൻ വളരെ എളുപ്പമാണ് മോളെ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഒരു വിധത്തിലാണ് ഈ കട മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നേരത്തും കാലത്തും വന്നില്ലെങ്കിൽ ഞാൻ വേറെ ആളെ വെക്കും കടയിൽ. പറഞ്ഞേക്കാം. വെറും ചാടാ. നീ കഴിച്ചോ? എന്നിട്ട് അനു എന്ത് പറഞ്ഞു? ഏതനു? ആ, അനു. എന്തോ പറഞ്ഞു, എനിക്കൊന്നും ഓർമ്മയില്ല. ജീവിതം ഒന്ന് വേണ്ട.
ഇന്നലെ വാഴക്കുളത്തുണ്ടായിരുന്നല്ലേ? ആ ഉണ്ടായിരുന്നു. ധർണയിൽ ഞാനുണ്ടായിരുന്നു. ഇന്നലെ അതുകൊണ്ടാണ് നിങ്ങളോട് വരണ്ടെന്ന് പറഞ്ഞു. എന്നാ തുടങ്ങാല്ലേ? ഇത് ഓക്കെ അല്ലേ? ആ ഓക്കെ അല്ലേ? ലൈവാണോ? ആണെങ്കിൽ ആനി ചേച്ചി വിളിച്ചു പറ. അതൊന്നും വേണ്ട. റെഡിയല്ലേ? നമുക്ക് നോക്കാം. 6 ദിവസത്തിനുള്ളിൽ ഒരു പഞ്ചായത്തിന്റെ പരിധിയിൽ നിന്ന് മാത്രം 14 വൃക്ഷങ്ങളാണ് മുറിച്ചു മാറ്റപ്പെട്ടത്. ഇതിന്റെ പിന്നിലെ തീരുമാനത്തോട് താങ്കൾക്ക് എന്താണ് പ്രതികരിക്കാനുള്ളത്? നമ്മളുൾപ്പെടെ ചെടികളുടെയും മരങ്ങളുടെയും സംരക്ഷണവും നിലനിൽപ്പും പ്രകൃതിയുടെ അധികാരത്തിലും സ്വാതന്ത്ര്യത്തിലുമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പൂർണ്ണ ആരോഗ്യത്തിൽ ഇനിയും വർഷങ്ങൾ നിലനിൽക്കാൻ സാധ്യതയുണ്ടായിരുന്ന വലിയ തണൽ മരങ്ങളാണ് ഈ പറഞ്ഞവയിൽ കൂടുതൽ. ലോകം മുഴുവൻ പരിസ്ഥിതി പ്രശ്നങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഒരുപാട് ആളുകൾ ശ്രമിക്കുന്നുണ്ട്. അനുകൂലമായ ഒരു സമീപനം വരുന്നതുമായി ഈ പ്രതിഷേധ പരിപാടി ഭയപ്പെടുത്തി മാധ്യമങ്ങളുടെ വായടപ്പിക്കാൻ നോക്കുകയാണോ സർക്കാർ? ഔദ്യോഗിക രഹസ്യ നിയമം ഉപയോഗിച്ച് മാധ്യമ സ്വാതന്ത്ര്യത്തെയും ജനങ്ങളുടെ അറിയാനുള്ള അവകാശത്തെയും നേരിടാനാകുമോ കേന്ദ്ര സർക്കാർ?